എറണാകുളം ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷൻ വാർഷിക പരിപാടിക്കിടെ സംഘർഷം. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും ജില്ലാ കോടതിയിലെ അഭിഭാഷകരുമാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ 20ഓളം വിദ്യാർത്ഥികൾക്കും 4 അഭിഭാഷകർക്കും പരിക്കേറ്റു. സംഭവത്തിൽ ജനറൽ ബോഡി യോഗം വിളിച്ച് ബാർ അസോസിയേഷൻ ഉച്ചയ്ക്ക് 12:30 ജനറൽ ബോഡി യോഗം ചേരും. ആദ്യം പ്രതികരണത്തിലേക്ക്. അകത്തുനിന്ന് കല്ലേറ് വരെ ഉണ്ടായിരുന്നു. അതായത് കോടതി വളപ്പിന്ന് പുറത്തേക്ക് കല്ലേറ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സെൻട്രൽ മറ്റേ ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ആ പരിക്ക് കയ്യിൽ പറ്റിയതാണ്. അപ്പോൾ എന്നിട്ടും ആ ഒരു ആക്രമണം നിർത്താനോ മറ്റൊന്നും തയ്യാറായിട്ടില്ല. അതിനുശേഷം വെല്ലുവിളികളും മറ്റുമായിട്ട് മുന്നോട്ട് വരിക ചെയ്തത്. നമ്മളെ കൂട്ടത്തിൽ 15ഓളം പേർക്ക് പരിക്കുണ്ട്. അത് കമ്പി വെടി വെച്ച് തലക്കടിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ തല പൊട്ടി 12ഓളം സ്റ്റിച്ച് അതിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി തലയ്ക്ക് 5ഓളം പേർക്ക് തലയ്ക്ക് വരെ പരിക്ക് പറ്റിയിട്ടാണ് അവിടെ ഉള്ളത്. അതായത് ഈ ബാർ കൗൺസിലിൽ അവിടെ അവർക്ക് അഡ്വക്കേറ്റ്സിന് ഇന്ന് അവിടെ ഇതുണ്ടായിരുന്നു. അവിടെ പാർട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഈ മദ്യപാനം രീതിയിലൊക്കെയാണ് അവരെ ഇതൊക്കെ പോയിക്കൊണ്ടിരുന്നത്. വെള്ളമടി നല്ല രീതിക്ക് മദ്യപിച്ചിരുന്നു. എന്നിട്ട് നമ്മളെ കോളേജിലെ സ്റ്റുഡൻസ്, മഹാരാജാസ് കോളേജിലെ സ്റ്റുഡൻസ് അതുവഴി ഇങ്ങനെ പോയപ്പോൾ അവരെ പിടിച്ചു നിർത്തി അവരുടെ അടുത്ത് മോശമായിട്ട് ഇതാക്കുകയും ഇനി ഇവർ സിഗരറ്റ് വലിച്ചിട്ട് ആ പുക അവരുടെ മുഖത്തോട്ട് ഇതാക്കി അവരെ തല്ലുകയും ഇതൊക്കെയാണ് ചെയ്തത്. അവരെ തല്ലി അവരെ കോളേജിൻ്റെ അവിടെ എത്തി. എന്നിട്ട് അത് ചോദിക്കാനായിട്ട് വന്ന വിദ്യാർത്ഥികളെ പറഞ്ഞ് നിർത്താനുള്ള ഇതിൽ അവരെയും തല്ലുകയാണ് ഉണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷീന മാർട്ടിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷീന, ഇതിൽ 2 തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ ഉപദ്രവിച്ചതിൻ്റെ പുറത്താണ് സംഘർഷം ഉണ്ടായത് എന്ന വിധത്തിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതേസമയം ജില്ലാ കോടതി വളപ്പിൽ ബാർ കൗൺസിലിൻ്റെ, ബാർ അസോസിയേഷൻ്റെ പരിപാടി നടക്കുന്നതിനിടെ ഈ വിദ്യാർത്ഥികൾ എത്തുകയും അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുകയും അത് തങ്ങൾ തടയാതിരിക്കുകയും പിന്നീട് ഇവർ DJ നടക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു, അലമ്പുണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് അഭിഭാഷകരുടെ വാദം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇനിയുള്ള നടപടികൾ എന്താണ്? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ജില്ലാ കോടതി വളപ്പിലാണല്ലോ ഈ സംഘർഷം ഉണ്ടായത്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സംഘർഷത്തെ സംബന്ധിച്ച് ഇരു കൂട്ടരും പരസ്പരം പഴിചാരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്നലെ ഒരുമ എന്ന പേരിൽ എറണാകുളം ബാർ അസോസിയേഷൻ ആ ഓഫീസിന്റെ അടുത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു വാർഷിക ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഈ സമയത്ത് അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന ഈ പരിപാടിയിലേക്ക് തൊട്ടടുത്ത മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകർ എത്തുകയായിരുന്നു. അവരെത്തി വനിതാ അഭിഭാഷകരെയും കുടുംബാംഗങ്ങളെയും ഈ വിദ്യാർത്ഥികൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായാണ് അഭിഭാഷകർ പറയുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിയ അഭിഭാഷകരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് SFI നേതാക്കളും പറയുന്നുണ്ട്. പക്ഷെ ഇരു കൂട്ടരും കസേരകളും വടികളും ബിയർ കുപ്പികളും ഒക്കെയായാണ് ഇരു കൂട്ടരും സ്ഥലത്ത് ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടെ 2 പോലീസുകാർക്കും അവിടെ നിന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഭക്ഷണത്തിനായിട്ട് അവിടെ വെച്ചിരുന്ന പ്ലേറ്റുകളെല്ലാം പരസ്പരം വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളും എല്ലാം ഉണ്ടാവുക. ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തിയ അഭിഭാഷകര് മുന്നിൽ കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേക്ക് സിഗരറ്റ് വലിച്ച് ഊതിയതാണ് പ്രശ്നത്തിന്റെ കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്ന് ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ട് ബാർ അസോസിയേഷൻ. ഉച്ചയ്ക്ക് 12:30 ജനറൽ ബോഡി യോഗം ചേരുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തെല്ലാമെന്ന് ആ യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക. അതിനുശേഷമായിരിക്കും ജനറൽ ബോഡി യോഗത്തിന്റെ തീരുമാനം വരിക. പക്ഷേ എന്നാൽ അതേസമയം വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കാനും ഒരുങ്ങുന്നുണ്ട്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. വിദ്യാർത്ഥി സംഘടനകൾ ശക്തമാക്കാൻ ഒരുങ്ങുന്നു. അതിനിടെ ബാർ അസോസിയേഷൻ യോഗം വിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കോടതി വളപ്പിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത് എന്നുള്ളത് സംഭവത്തിന്റെ ഗുരുതര സ്വഭാവം വ്യക്തമാക്കുകയാണ്. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്.